തൃശൂരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച 1 കോടി തിരിച്ചടയ്ക്കാൻ സിപിഎം നീക്കം. സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ് ബാങ്കിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ബാങ്കിലെത്തിയതായാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ബാങ്കിൽ നിന്ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും സിപിഎം പിൻവലിച്ചിട്ടുള്ള 1 കോടി രൂപ തിരിച്ചടയ്ക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് ഈ 1 കോടി രൂപ പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിലാണ് ഈ കോടികൾ ഈ അക്കൗണ്ട് വഴി ഇടപാട് നടന്നിട്ടുള്ളതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. പിന്നീട് ഈ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. അതിനുശേഷം ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ സിപിഎം നേതാക്കൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ചോദ്യവും ചെയ്തിരുന്നു. പിന്നാലെ ഇഡിയുടെ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷമാണ് ഈ പണം തിരിച്ചടയ്ക്കാനുള്ള ഒരു നീക്കവുമായി ജില്ലാ സെക്രട്ടറി തന്നെ ബാങ്കിലേക്ക് എത്തുന്നത്. ഇതിന് നിയമസാധുത ഉണ്ടെന്നാണ് സിപിഎമ്മിന് ലഭിച്ചിട്ടുള്ള ഒരു നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറി ഈ ബാങ്കിലെത്തി ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. അതോടൊപ്പം തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർ ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ കൂടെ ഇക്കാര്യം അറിയിച്ചിരുന്നു. തുടർന്ന് ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൂടെ ഈ സ്ഥലത്തെത്തി അപ്പോൾ സിപിഎം ജില്ലാ സെക്രട്ടറി അടക്കം ചർച്ച നടത്തുകയാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ എത്തിയതിനെ തുടർന്ന് ഈ ബാങ്കിന്റെ ഷട്ടർ അടച്ചതിന് ശേഷമാണ് ഇപ്പോൾ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അക്കൗണ്ട് സംബന്ധിച്ച് നിരവധിയായി ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ ഈ ചോദ്യം ചെയ്ത് വന്നിരുന്നതിൽ കൃത്യമായും 1 കോടി രൂപയാണ് ജില്ലാ സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം പിൻവലിച്ചത്. അത് തന്നെ വലിയ തരത്തിൽ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്കിൽ നിന്നടക്കം ഈ അക്കൗണ്ടുകളെ പറ്റിയുള്ള, അതായത് 5 രഹസ്യ അക്കൗണ്ടുകൾ വഴി കൊണ്ടുവന്ന പണം അത് ഏതൊക്കെ വഴി പോയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള പരിശോധനയൊക്കെ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഈ മരവിപ്പിക്കുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചു, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ബിനാമി അക്കൗണ്ടുകളുടെ കൃത്യമായിട്ടുള്ള രേഖകൾ ഇഡിക്ക് മുന്നിൽ ഹാജരാക്കാൻ സിപിഎമ്മിന് നേരത്തെ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പിന്നാലെയാണ് ഈ സിപിഎമ്മിന്റെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് പരിശോധിക്കാൻ ഒരുങ്ങിയതും. ഈ തൃശ്ശൂരിലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നും അതിൽ കോടികളുടെ ഇടപാട് നടന്നതായും 1 കോടി പിൻവലിച്ചതുമായും ഒക്കെ കണ്ടെത്തിയത്. പിന്നാലെ സിപിഎമ്മിന്റെ മറ്റ് അക്കൗണ്ടുകളും പരിശോധിക്കുവാൻ വേണ്ടി ആദായ നികുതി വകുപ്പ് തയ്യാറെടുത്തിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ സിപിഎമ്മിന് വസ്തുവകകളും ഈ ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ പരിശോധനയൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് പിൻവലിച്ച തുക അത് തിരിച്ചടയ്ക്കുവാനുമായി ഇപ്പോൾ സിപിഎം നീക്കം നടത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള നിയമോപദേശം തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള കാര്യമാണ് സിപിഎം നേതാക്കളിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജില്ലാ സെക്രട്ടറി തന്നെ ഈ ബാങ്കിലെത്തി ഇപ്പോൾ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആതിര.